ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അടുത്തിടെയായിട്ട് ഇസ്രായേലിലെ ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് യുദ്ധം നടക്കുന്ന ഗാസയിൽ ഇസ്രായേൽ ഐസിസുമായിട്ട് ആശയപരമായിട്ട് ബന്ധമുള്ള ഒരു സംഘടനയെ സഹായിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വിമർശനം ആദ്യം തന്നെ ഉയർത്തിയത് ഇസ്രായേലിൻ്റെ വിമർശകരോ ഹമാസോ അല്ല. അത് ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിൽ തന്നെ ഇസ്രായേലിൻ്റെ മുൻ പ്രതിരോധ മന്ത്രി അവിഗ്ദോർ ലിബർമാൻ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇസ്രായേലിലെ പല ന്യൂസ് പേപ്പറായ ഹാരറ്റ്സ് അടക്കം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2023 ഒക്ടോബർ 7 ഒരു ഭീകരാക്രമണത്തിന് ശേഷം ധാരാളം ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു, കുറേ പേര് തട്ടിക്കൊണ്ടുപോകപ്പെട്ടു. അപ്പോൾ അതിനുശേഷം ഒരു യുദ്ധം ഉണ്ടായി. അപ്പോൾ നമുക്കത് അറിയാം. അപ്പോൾ ആ യുദ്ധം ഒന്ന് രണ്ട് കൊല്ലങ്ങളായി. അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു കഴിഞ്ഞു. അതായത് ഒരു ഡിസ്പ്രൊപ്പോർഷനേറ്റ് യുദ്ധമായി മാറിക്കഴിഞ്ഞു. ഏകദേശം 50,000-നും 100,000-നും ഇടയ്ക്ക് പലസ്തീൻകാർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. പലസ്തീനിൽ ഒരു 80% കൂടുതൽ വീടുകളൊക്കെ തകർന്നു കഴിഞ്ഞു. അങ്ങനെ പലസ്തീൻ ആകെ നശിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അവിടെ ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഗാസ വിട്ട് പോകാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ വളരെ വലിയൊരു ക്രൈസിസ് ഗാസയിലുണ്ട്. അതായത് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വീടും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ പട്ടിണിയും പലവിധ അസുഖങ്ങളും എല്ലാം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ഹ്യൂമാനിറ്റേറിയൻ കണ്ടീഷനാണ് ഗാസയിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇസ്രായേലിനെതിരെ പൊരുതിക്കൊണ്ടിരിക്കുന്നത് ഹമാസാണ്. അപ്പോൾ ഹമാസാണ് യുദ്ധം അന്ന് ഒക്ടോബർ 7 യുദ്ധം തുടങ്ങിയത് ഹമാസാണ്. അപ്പോൾ അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബേസിക്കലി ഗാസയുടെ മാപ്പ് നോക്കാം. അപ്പോൾ ഗാസയുടെ തെക്ക് ഭാഗത്താണ് റഫ. അപ്പോൾ റഫയിലുള്ള ഒരു മുൻ ക്രിമിനൽ നേതാവാണ് ഈ പുതിയ സംഘടനയുടെ തലവൻ. അപ്പോൾ അങ്ങേരുടെ പേര് യാസർ അബു ഷബാബ് എന്നാണ്. അപ്പോൾ ഇങ്ങേര് വളരെ കുപ്രസിദ്ധനാണ്. കാരണം കാലാകാലങ്ങളായിട്ട് ഇങ്ങേരുടെ ഗ്യാങ് മയക്കുമരുന്നും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റാണ്. അപ്പോൾ അവിടെയുള്ള പല വ്യക്തികളും തന്നെ, അല്ലെങ്കിൽ അവിടെയുള്ള പല ഗ്രൂപ്പുകളും തന്നെ ഇവർക്കെതിരാണ്. കാരണം ഇവരുടെ ഭയങ്കര ക്രിമിനൽ ഗ്യാങ്ങാണ്. അതുപോലെ ഗാസയിലെ മനുഷ്യർക്ക് ഈ ഭക്ഷണവും വെള്ളവും മരുന്നൊക്കെ ഇട്ട് തന്നെ ട്രക്കുകളുണ്ട്, ധാരാളം ട്രക്കുകൾ. അത് കൊള്ളയടിച്ച് കുപ്രശസ്തനായൊരു വ്യക്തിയാണ് ഈ പറയുന്ന യാസർ അബു ഷബാബ്. അപ്പോൾ ഒരു ക്രിമിനൽ ഗ്യാങ് ഈ വ്യക്തി നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതിനെ ഒരു പുതിയ സംഘടനയാക്കി പ്രഖ്യാപിച്ചാണ് ഈ സംഭവം ചെയ്യുന്നത്. അപ്പോൾ അതിന് പേരിട്ടിരിക്കുന്നത് ദ പോപ്പുലർ ഫോഴ്സസ്, അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് ദ ആൻറ്റി ടെററിസം യൂണിറ്റ്. അപ്പോൾ ഇസ്രായേലി റിപ്പോർട്ടുകളടക്കം പറയുന്നത്, കാരണം ഇപ്പോൾ ഗാസയിലേക്ക് മാനുഷികമായ സഹായം, അതായത് മരുന്നും ഭക്ഷണമൊക്കെ എത്തുമ്പോൾ അത് ഇസ്രായേലിൻ്റെ പെർമിഷനോടുകൂടിയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് പോണ വഴിക്ക് അതിന് പല സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഇസ്രായേലി സൈനികർ ധാരാളം കൊല്ലപ്പെടാറുണ്ട്. അപ്പോൾ ഇസ്രായേലിന് അവിടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഗ്യാങ്ങിനെ സഹായിക്കുന്ന വഴി ഹമാസിനെതിരെ പലസ്തീനിൽ അല്ലെങ്കിൽ ഗാസയിലൊരു യുദ്ധം ഉണ്ടാക്കുക. അപ്പോൾ ഈ സംഘടന ഹമാസിനെതിരാണ് നീങ്ങുന്നത്. അപ്പോൾ ഇവർക്ക് പല ആയുധങ്ങളും ഇസ്രായേൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് ഇസ്രായേലി ആയുധങ്ങളല്ല കൊടുത്തിരിക്കുന്നത്, പകരം ഹമാസിൻ്റെ ഇന്ന് കാലാകാലങ്ങളിൽ പിടിച്ചെടുത്ത പല ആയുധങ്ങളാണ് ഇസ്രായേൽ കൈമാറുന്നത്. അപ്പോൾ അങ്ങനെ ഇവരുടെ ഫോട്ടോസൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ടുണ്ട്. ഇവർ പല ഭാഗത്തും വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും ജനങ്ങൾക്ക് സഹായമായിട്ട് വരുന്ന ട്രക്കുകൾ കൊള്ളയടിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ വേറൊരു പ്രത്യേകത, ഈ സംഘടനയുടെ നേതാക്കൾക്ക് ഐസിസിൻ്റെ ഐഡിയോളജി ഒരു സലഫിസ്റ്റ് ഐഡിയോളജിയാണ്. അതുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. ഇവർക്ക് സീനായി മരുഭൂമിയിൽ, ഇപ്പോൾ ഈജിപ്തിൻ്റെ ഭാഗത്ത് ഐസിസുമായിട്ടൊക്കെ പണ്ട് ഭയങ്കര ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ തലവൻ ഈ യാസിർ അബു ഷബാബ് ഹമാസിൻ്റെ ജയിലിൽ കിടക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഹമാസ് ഏകദേശം യുദ്ധത്തിൽ വളരെ സെറ്റ് ബാക്സ് നേരിട്ടപ്പോൾ ഇയാൾ ജയിലൊക്കെ പുറത്ത് വന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇസ്രായേൽ സഹായിക്കുന്നത്. അപ്പോൾ ആയുധങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, അവരെ ചെറുതായിട്ട് നിയന്ത്രണം ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ പിടിച്ചു കുലുക്കുന്ന ആരോപണമാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസിന് മാക്സിമം പ്രശ്നം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇസ്രായേലുകാരുടെ ജീവിതം രക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഗസയ്ക്കകത്ത് തന്നെ ഒരടി ഉണ്ടാവുന്നത് ഇസ്രായേലിൻ്റെ തന്ത്രങ്ങൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ അതിന് പറ്റിയൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ, പണ്ട് പാലസ്തീൻ മുന്നേറ്റത്തെ, അല്ലെങ്കിൽ പാലസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അന്ന് എതിർക്കാൻ വേണ്ടി അന്നത്തെ കാലത്ത് ഇസ്രായേൽ ഹമാസിനെ പിന്തുണച്ചിട്ടുണ്ട്. ഏകദേശം 25-30 കൊല്ല സമയത്ത് അന്ന് ഹമാസിന് ഫണ്ട് സ്വീകരിക്കാനും ഹമാസിന് വർക്ക് ചെയ്യാനൊക്കെ ഒരുമാതിരി സഹായം ചെയ്തത് ഇസ്രായേലാണ്.
അപ്പോൾ അന്ന് ഇസ്രായേൽ ഓർത്തില്ല അതെങ്ങനെ തിരിച്ചു വരും. ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഹമാസിൻ്റെ അവസ്ഥ അറിയാം. ടണലുകളൊക്കെ കൊണ്ട് ഇസ്രായേലിന് എന്തെങ്കിലും ഒരു വെല്ലുവിളി ഉണ്ടാക്കുക. ഇപ്പോൾ ഹമാസ് ഇസ്രായേലിനെ തോൽപ്പിച്ചു എന്ന് ഞാൻ പറയില്ല, കാരണം ഇസ്രായേലിൻ്റെ വെപ്പൺസും ഇൻ്റലിജൻസും ഒക്കെ സുപ്പീരിയറാണ്. ഇപ്പോൾ ഗസയുടെ നല്ലൊരു ശതമാനം നിയന്ത്രണം ഹമാസിന് പോയി. ഹമാസിന് നല്ല നഷ്ടമുണ്ട്, യുദ്ധത്തിൽ വളരെ വലിയ നഷ്ടമുണ്ട്, ബാക്കി സംഘടനകൾക്കൊക്കെ നഷ്ടമുണ്ട്. പക്ഷെ എന്നാലും ഇസ്രായേലിനൊരു ചെറിയ തലവേദന ഉണ്ടാക്കുക എന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ സമ്പദ് വ്യവസ്ഥയിലും അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഹമാസ് ഇസ്രായേലിനെ ഹാം ചെയ്തെങ്കിൽ ഇന്ന് ഇസ്രായേൽ സഹായിക്കുന്ന ഈ സംഘടന കുറച്ചു കാലം കഴിഞ്ഞ് ഇസ്രായേലിനെതിരെ പ്രശ്നം വരില്ലെന്ന് എന്താ ഉറപ്പ്? അപ്പോൾ ഇത് ഇസ്രായേൽ നേതാവായ ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ നെതന്യാഹുവിൻ്റെ ഒരു സങ്കുചിതമായ വാർ പ്ലാനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇസ്രായേലിലും ഭാവിയിലൊരു വിവാദമാവാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വന്ന ടോപ്പിക്ക്. നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക. ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തിക്കുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.